അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ജമീഅൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരം നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, എല്ലാവർക്കും ക്ഷമ നേരുന്നു. റബ്ബിന്റെ സന്തോഷത്തിലാണ് നാം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അറിവാണ് ധനം എന്നാണ് എന്റെ വിഷയം. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമ്പന്നന്മാരല്ല. അത് അറിവിന്റെ മഹത്വത്തെയാണ്, അറിവിന്റെ പൗരനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചില്ലേ, ഒരാൾ ക്യാഷിന് വേണ്ടിയിട്ടല്ല ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഗോൾഡിന് വേണ്ടിയിട്ടല്ല ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അല്ലാഹു തആല ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. ഇൽമിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഇൽമു പഠിക്കാൻ ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മുത്തുനബി നമ്മോട് പഠിപ്പിച്ചില്ലേ, ഒരാൾ ഇൽമിന്റെ വഴി തേടി ഇറങ്ങിയാൽ, ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അവൻക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിന്റെ വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ചുറ്റുപാടത്ത് ജീവിക്കാൻ വേണ്ടി രണ്ട് ഇൽമും രണ്ട് അറിവും നമുക്ക് ആവശ്യമാണ്. ഇവിടെ ജീവിച്ച നാൾ അല്ലാഹു തആലയുടെ സ്വർഗ്ഗലോകത്ത് സീറ്റ് ലഭിച്ചാണ്. അങ്ങനെയാണ് യഥാർത്ഥ മൂല്യമുള്ള സംസ്കാരമുള്ള മുസ്ലിമായി നാം മാറുന്നത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബി നമ്മോട് പഠിപ്പിച്ചില്ലേ, ഒരാൾ അറിവ് കളിഞ്ഞു പോയ സ്വത്താണ്, അതെവിടെ കണ്ടാലും പെരക്കിയെടുക്കുക. എത്ര പവറുള്ള, എത്ര മൂല്യമുള്ള വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കിനെ നാം ഫോളോ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പാച്ചാണിയുടെ അറിവിന്റെ കേന്ദ്രമായി നീല വെളിച്ചമായി നമ്മുടെ ബഅബൂദിയ മദ്രസ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഉസ്താദുമാരുടെ കീഴിൽ നമ്മൾ നല്ലോണം അറിവ് പഠിച്ച് വലിയവരായി നമുക്ക് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. എല്ലാവരും എന്റെ കഥ ശ്രദ്ധിച്ച് ചൊല്ലിക്കണോ? യാ ഹബീബേ യാ റസൂലേ, നബിയെപ്പോലൊരു നേതാവില്ല, നബിയെപ്പോലൊരു ജേതാവില്ല, നബിയെപ്പോലൊരു ജേതാവില്ല, ലോക ചരിത്രം കണ്ടിട്ടില്ല, ലോക ചരിത്രം കേട്ടിട്ടില്ല. എന്ത് എല്ലാവരും ഉഷാറില്ലാത്ത? എല്ലാവരും രണ്ട് കൈ പൊതിച്ചല്ലേ. Assalamu alaikum.